ഇനി റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകാൻ പോകുന്നു കോൺഗ്രസ്. ടി.എൻ. പ്രതാപനും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. കള്ള സത്യവാങ്മൂലം സമർപ്പിച്ചാണ് തൃശൂരിൽ സുരേഷ് ഗോപി വോട്ട് ചേർത്തത് എന്നാണ് പരാതി. തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് സുരേഷ് ഗോപിക്ക് വോട്ടെന്നും പരാതിയിലുണ്ട്. അതേസമയം തൃശൂരിലെ വോട്ട് ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ആലത്തൂർ മണ്ഡലത്തിലെ RSS നേതാവ് ഷാജി വരവൂരിനും ഭാര്യയ്ക്കും തൃശൂരിലും വോട്ടുണ്ട്. BJP പ്രാദേശിക നേതാവ് ഹരിദാസിനും പൂങ്കുന്നത്തെ ഫ്ളാറ്റിലും വോട്ടുണ്ട്. പൂങ്കുന്നം ശങ്കരംകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം ക്രമരഹിതമായി 79 പേരെ ചേർത്തെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. BJP വൈസ് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണന്റെ വോട്ടും അനധികൃതമാണെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് BJP നേതാക്കൾ. ജേസൺ ചാമളപ്പിലും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ജേസണിലേക്ക്. ജേസൺ, ഇപ്പോൾ കോൺഗ്രസിന്റെ പരാതി ഈ വ്യാജ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പൊതുവിലുള്ള പരാതിയാണോ, അതോ സുരേഷ് ഗോപി എന്ന MP കേന്ദ്ര സഹമന്ത്രിക്കെതിരെ ഉള്ള പരാതിയായിട്ടാണോ ഇപ്പോൾ പോകുന്നത്? സ്മൃതി, ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളും വാർത്തകളും തെളിവുകളും പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഒരു ചടുലമായൊരു നീക്കത്തിന് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മുൻ MP ആയ T.N. പ്രതാപനും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തും. പ്രധാനമായും അവർ നൽകുന്ന പരാതിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി സുരേഷ് ഗോപിക്കെതിരെയുള്ള പരാതി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് കള്ള സത്യവാങ്മൂലം നൽകിയിട്ടാണ് എന്നാണ് ആ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ശാസ്തമംഗലത്താണ് റെസിഡൻഷ്യൽ വോട്ട് സുരേഷ് ഗോപിയുടെ നിലനിൽക്കുന്നതെന്നാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ സത്യവാങ്മൂലം നൽകി തൃശ്ശൂരിലേക്ക് വോട്ട് കൊണ്ടുവന്നു എന്നതാണ് ഈ പരാതിയുടെ മൊത്തം ഉള്ളടക്കം. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്കറിയാൻ കഴിയും. ഇത് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംബന്ധിച്ച് അതിശക്തമായ രീതിയിലുള്ള തെളിവുകളും മറ്റും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരാതിയിലേക്ക് ഇപ്പോൾ വരുന്നത്. അല്പസമയത്തിനകം പ്രതാപനും അതുപോലെ തന്നെ ജോസഫ് ടാജറ്റും ഞാൻ നിൽക്കുന്ന ഈ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട BJPയുടെയും RSSന്റെയും നിരവധി നേതാക്കളുടെ വോട്ടുകൾ തൃശ്ശൂരിലേക്ക് മാറ്റിയുമായി ബന്ധപ്പെട്ട രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വാർത്ത നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു സംഗ്രഹം ഇതാണ്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ V. ഉണ്ണികൃഷ്ണ മാസ്റ്റർ തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം, കഴിഞ്ഞ 1.5 വർഷമായി തൻ്റെ കർമ്മമണ്ഡലവും തൻ്റെ ജീവിതവും തൃശ്ശൂരാണ്. താൻ കേരളോർമ്മയ്ക്ക് അടുത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പാർട്ടിയുടെ പ്രഭാരി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ഇവിടെ നിൽക്കുകയും ആ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ വോട്ട് ചേർക്കുകയും ഇവിടെ വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. BLOമാർ ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് വോട്ട് ചേർക്കാൻ അനുമതി നൽകിയെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, വേലൂരിൽ 2010 BJP സ്ഥാനാർത്ഥിയായി 12ാം വാർഡിൽ മത്സരിച്ച ഹരിദാസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നലെ നാം 9 വോട്ടുകൾ വീട്ടമ്മയുടെ അനുമതിയില്ലാതെ ഒരു ഫ്ളാറ്റിൽ ചേർത്തു എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ 9 വോട്ടുകളിൽ ഒന്നാണ് ഹരിദാസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് തൻ്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ഇത്തരമൊരു വോട്ട് മാറ്റം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പൂങ്കുന്നത്ത് വോട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ തനിക്കും വോട്ട് ഇവിടെ ഇല്ലാത്ത അവസ്ഥ. ഇത്തരത്തിൽ BJPയുടെയും RSSന്റെയും പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ചേക്കേറിയതിന്റെ ഓരോ തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജുൻ മട്ടന്നൂരിന്റെ അടുത്തും ചില പേരുകളുണ്ട്. അർജുൻ